എൻ്റെ സ്നേഹിതന്മാരോട് ഞാനൊരു നല്ല കാര്യം പറയട്ടെ. ദയവായിട്ട് അത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. അതായത് ഈ മതവിശ്വാസം ഒന്ന് കുറച്ച്. ഈ മതവിശ്വാസം മനുഷ്യനെ നന്നാക്കുകയല്ല, ചീത്തയാക്കുക ചെയ്യുന്നത്. സ്വഭാവം ചീത്തയാക്കും, വർഗബോധം ആവശ്യമില്ലാത്ത അളവിലുണ്ടാകും, അങ്ങനെ മറ്റ് സമൂഹങ്ങളുമായിട്ട് അകൽച്ചയുണ്ടാവും, മൊത്തത്തിൽ സമൂഹത്തിൽ പാരയാവും. ഇത്തരം പ്രശ്നങ്ങൾ, ഇന്ന് നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ മതമാണ്. മതം ഉപേക്ഷിച്ചാൽ മനുഷ്യ പുരോഗതി ഉറപ്പാണ്. മനുഷ്യൻ ഇതിൻ്റെ വളരെ മടങ്ങാണ്. നമ്മൾ 20-ാം നൂറ്റാണ്ടിലുണ്ടായ ശാസ്ത്ര പുരോഗതി നമുക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ അതിനൊരു 10 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇപ്പം തന്നെ മതം ഉപേക്ഷിക്കുക. നമുക്ക് നമ്മുടെ പുസ്തകങ്ങൾ, നമ്മളുടെ മതഗ്രന്ഥങ്ങൾ, അതൊക്കെ ഒരു നോവലിന് കൊടുക്കുന്ന പ്രാധാന്യത്തിൽ വായിച്ച് പഠിച്ച് ആശയങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ പോവുക. മൊത്തത്തിൽ ഒരു സമൂഹം, ഇന്ത്യൻ ജനത എന്നൊരു സമൂഹം ഇവിടെ ഉണ്ടായി വരണം. മതങ്ങൾ തിരിവില്ലാതെ. മതങ്ങൾ ആവശ്യമില്ല. നമ്മളെല്ലാം ഒന്നാണ്, ഇന്ത്യൻ ജനത. നമുക്ക് അന്യോന്യം സഹകരിച്ചും നന്നായിട്ട് അവനവൻ്റെ കാര്യത്തിന് ആവശ്യമുള്ള ജോലികൾ ചെയ്തും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അതാണ് വേണ്ടത്. മതം ഉപേക്ഷിക്കുക. ദൈവത്തെ ഉപേക്ഷിച്ചാൽ അതിലും നല്ലതാണ്, അത് ഞാൻ പറയുന്നില്ല. കാരണം അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. ദൈവം വിശ്വാസികൾ പോലും മതം ഉപേക്ഷിക്കുന്നവർ ധാരാളം പേര് ലോകത്തിൽ ഇന്നുണ്ട്, വളരെ പേരുണ്ട്. 4-1 പേരെങ്കിലും മതം ഉപേക്ഷിച്ച ഒരാൾ ലോകത്തിലുള്ളത്. 4-1. മതം ഉപേക്ഷിച്ചവർ പകുതിയോളം വരും, 50%. ദൈവത്തെ ഉപേക്ഷിച്ചവരൊരു 4-1 വരും. അവരാരും പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇത് രണ്ടും ഉപേക്ഷിക്കാമെങ്കിൽ മനുഷ്യൻ വളരെ പെട്ടെന്നും 20-ാം നൂറ്റാണ്ടിലുണ്ടായ ശാസ്ത്ര പുരോഗതി 21-ാം നൂറ്റാണ്ടിൽ 10 മടങ്ങായിട്ട് വർദ്ധിക്കും. ദയവായിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ച് നടപ്പാക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.